സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കിത് ബ്രേക്ക് ചെയ്യണം. ഒരു പ്രതിസന്ധി വരുമല്ലോ, അപ്പോഴാണ് നമ്മൾ ആ പ്രതിസന്ധി ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം. അപ്പൊ ഇത് എനിക്ക് എൻ്റെ ക്ലാസ്സിലൊക്കെ ആ, പലരും പറയുന്നത് മനസ്സിലാവുന്നില്ല. അങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോൾ മലയാളമൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരവസ്ഥയായിരുന്നു അന്ന്. അപ്പൊ ഞാൻ അന്ന് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. അതിന് പ്രചോദനമായത് ഉമ്മയാണ് കേട്ടാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മധുരമുള്ള മിക്സർ ഉണ്ടായിരുന്നു. അതവിടെ വാങ്ങിച്ചു വെച്ച് ഏഹ് അപ്പൊ ഞാൻ നേരത്തെ എഴുന്നേൽക്കാന്ന് പ്ലാൻ ചെയ്തു. അപ്പൊ മനസ്സിൽ ഒരാഗ്രഹം ഇട്ടു. ഈ നല്ല ഉറക്കത്തിലേക്ക് നേരത്തെ കിടക്കും. ഉറക്കത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോഴേ നമ്മൾ നല്ല കംഫർട്ട് സോണിലായിരിക്കുമല്ലോ, നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക എന്ന് പറയുന്നത്. അതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് വല്ലാത്തൊരവസ്ഥയെ. ആ ഉറക്കത്തിനെ ബ്രേക്ക് ചെയ്ത് ഒരു 1 അവർ നേരത്തെ എഴുന്നേൽക്കാനുള്ള മനസ്സ് ആർക്കുണ്ടോ അവരാണ് ലൈഫിൽ വിജയിച്ചിട്ടുള്ളത്. മാക്സിമം നേരത്തെ എഴുന്നേൽക്കുന്ന ആളുകളുടെ ലൈഫിലൊക്കെ ഭയങ്കരമായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ മധുരമുള്ള മിക്സറാണ് എൻ്റെ മനസ്സിലേക്ക് വരിക ഉറങ്ങിക്കിടക്കുമ്പോൾ. അപ്പോ ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള പ്രചോദനം ആ മിക്സറാ. പിന്നെ ഹോർലിക്സും ഉണ്ടായിരിക്കും. അന്നത്തെ ഒരു അവസ്ഥ, പഠിക്കുന്ന കാലഘട്ടം ഒരു 10, 18, 20 വർഷം മുന്നുള്ള എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് ഇതിനു വേണ്ടി എഴുന്നേൽക്കും. 2:30 അന്ന് എഴുന്നേൽക്കുക. എഴുന്നേറ്റ് ഇതെല്ലാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 3 o'clock. അപ്പോൾ 4, 5, 5:30 വരെയുള്ള സമയം ഇരുന്ന് വായിക്കന്നെ, ഒന്നും മനസ്സിലായിട്ടൊന്നല്ല. പക്ഷെ ആ സമയത്ത് വായിക്കുന്നതൊക്കെ ഉണ്ടല്ല, നമ്മൾ 2 hours സമയം നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ അത് ഡേ ടൈമിൽ ഡബിൾ ടൈം റിസൾട്ട്. അത് 2 hours എന്ന് പറയുന്നത് മിനിമം ഒരു 5 hours റിസൾട്ടാ. അതെന്താ? എല്ലാവരും ഉറങ്ങിക്കെടുക്കുക, വളരെ ശാന്തമായിട്ടുള്ള സമയമാണ്. നേരത്തെ അസുഖം മാറ്റിയ ജോസഫ് മർഫിയുടെ വലിയൊരു അസുഖം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. വാദം പിടിപെട്ടൊരു അസുഖം ഉണ്ടായിരുന്നു. ആ അസുഖത്തെ മർഫി മാറ്റിയത് ഇതേപോലെയുള്ള മനസ്സിന് ശാന്തമാക്കിയിട്ട് മനസ്സിന് ആൽഫ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ആവശ്യമായിട്ടുള്ള സജഷൻ കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ അസുഖം അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. ഡോക്ടർ ജോസ് 400ഓളം വരുന്ന സർജറി നടത്തിയത് അനസ്തേഷ്യ ഇല്ലാതെ മനസ്സിനെ ആൽഫ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ട്രാൻസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയിട്ട് സർജറി നടത്തിയിട്ട് 400ഓളം വരുന്ന സർജറി നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ലോകത്ത് ഇന്നും ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ മാറ്റങ്ങൾക്ക് വിധേയമാവുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നത് ആൽഫ സ്റ്റേറ്റിലാണ്. ഈ ആൽഫ സ്റ്റേറ്റ് ട്രാൻസിലേക്ക് കൊണ്ടുപോകണം. നേരത്തെ പാട്ടിന് ഒഡീഷനിൽ പരാജയപ്പെട്ടപ്പോൾ 3 ആഴ്ച 3 weeks നിരന്തരമായിട്ട് സജഷൻ കൊടുത്തപ്പോൾ മാറ്റം ഉണ്ടായി, സക്സസ് ആയി. ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മൾ ആൽഫ സ്റ്റേറ്റിലേക്ക് മനസ്സിനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. മനഃപൂർവ്വം കൊണ്ടുപോവാതെ പ്രകൃതിയിൽ ഒരു ആൽഫ സ്റ്റേറ്റ് ഉണ്ട്. അതാണ് ഏർലി മോർണിംഗിന്റെ തൊട്ട് മുന്നുള്ള സ്റ്റേറ്റ്. 5 o'clock, 4 o'clock എഴുന്നേൽക്കുന്ന ആൾക്കാരുണ്ട്, 3 o'clock എഴുന്നേൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോഴും ഉറക്കം ശ്രദ്ധിക്കണം. ഏർലി മോർണിംഗ് നേരത്തേക്ക് എടുക്കണം. നേരത്തേക്ക് എടുന്നു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. പറഞ്ഞത് ആൽഫ സ്റ്റേറ്റിലേക്ക് വന്നതാണ്. അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ എനിക്കതൊക്കെ നല്ല സക്സസ് സ്റ്റോറി ആയിരുന്നു. ആ ഒരു സമയത്ത് പഠനത്തിലൊക്കെ നല്ല ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ കഴിഞ്ഞു ആ സമയത്ത്. പിന്നെ ഞാൻ എൻ്റെ ഡിപ്ലോമയ്ക്ക് പോകുന്ന സമയത്ത് അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പ്രോഗ്രാമിങ്ങിലേക്ക് വന്നിരുന്നു, IT-യിലേക്ക് വന്നിരുന്നു. അതുപോലെ UP പ്രോഗ്രാമിംഗ്, ചിപ്പ് ലെവൽ പ്രോഗ്രാമിംഗ് ഡിപ്ലോമ കാലിക്കറ്റ്. അവിടെ നിന്ന് എനിക്ക് ഈ ജോസഫ് മർഫിയുടെ ബുക്കിലേക്ക് വരുന്നതിൻ്റെ മുന്നേ, ഈ SLC-യുടെ മുന്നേ ഞാനൊരു ഹിപ്നോട്ടിസം പഠിക്കാനൊക്കെ പോയിരുന്നു. അത് തൃശ്ശൂരുള്ള ആളുകളുടെ അറിയായിരിക്കാം. മക്കിക്കാവിലുള്ള ഹോസ്പിറ്റലുണ്ട്, അവിടെ ഉണ്ടായിരുന്ന റെനി ആന്റണി എന്ന് പറയുന്ന അദ്ദേഹത്തിൽ നിന്ന് കുറച്ച് പഠിക്കാനൊക്കെ പോയിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് ഞാൻ എൻ്റെ ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന സമയത്ത് SLC സമയത്താണ് ഈ ഒരു ട്രെയിനിങ്. അന്ന് ചെറുപ്പത്തിൽ തന്നെ അതിൽ ക്രേസ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഈ സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്നില്ല. പക്ഷേ ഹിപ്നോട്ടിസം, അന്ന് സബ് കോൺഷ്യസ് മൈൻഡ് ഒന്നും പറയില്ല, ബോധമനസ്സ് ഉപബോധ മനസ്സ് ഇങ്ങനെ പറയും. അത് കൃത്യമായിട്ടൊരു ഐഡിയ ഒന്നുമില്ല, പക്ഷെ സജഷൻ പഠിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഏർലി മോർണിംഗ് എഴുന്നേൽക്കുകയും എഴുന്നേറ്റ് എൻ്റെ 2 കൈയും കാലൊക്കെ നനച്ചിട്ട് സജഷൻ കൊടുക്കും. ഓരോ സെക്കൻഡും ഓരോ മണിക്കൂർ കഴിയും തോറും എനിക്ക് പഠിക്കാനുള്ള കഴിവ് എന്നിൽ വർദ്ധിച്ച് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും, 15 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് ഏർലി മോർണിംഗ്, ആ പ്രഭാതം, സൂര്യരശ്മികൾ ഇങ്ങനെ, സൂര്യോദയം ഇങ്ങനെ വരുന്ന, ഇങ്ങനെ പ്രകാശം ഇങ്ങനെ വരുന്ന ആ ഒരു സമയത്താണ് നമ്മൾ കറക്റ്റ് അത് ചെയ്യുക. ഏറ്റവും നല്ല സമയമാണ്. അതാണ് ആൽഫ സ്റ്റേറ്റ് എന്ന് പറയുന്നത്.
ഈ സജഷൻ കൊടുത്തപ്പോൾ സംഭവിച്ചത് എന്താ വെച്ചാൽ, ആ ഡിപ്ലോമ എനിക്ക് കുറച്ചൊരു ഞാൻ സോഫ്റ്റ്വെയറിൽ ഉണ്ടായിരുന്ന ആ സമയത്ത്, പക്ഷേ ഇത് കുറച്ചൊരു ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള ഡിപ്ലോമ, നിങ്ങൾക്ക് അറിയായിരിക്കും CEDTA, കാലിക്കറ്റ് RECയിലുള്ള CDTA ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ടായിരുന്നു. ആ ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്ന സമയത്ത് മ്യൂപ്പിയാണ് ആ സമയത്ത് മൈക്രോ പ്രോസസറിനെ കുറിച്ചുള്ള, ചിപ്പ് ലെവലിനെ കുറിച്ചുള്ള. പക്ഷേ ആ കോഴ്സ് പഠിക്കുന്ന സമയത്ത് കഴിവുള്ള ഒരുപാട് പേരുണ്ട്, പക്ഷെ അവർക്കിടയിൽ ഡിസ്റ്റൻഷൻ്റെ അടുത്ത് മാർക്കായിട്ട് എനിക്ക് പാസ്സാവാൻ കഴിയും. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, അന്ന് ആ സജഷൻ കൊടുത്തുകൊണ്ടാണ് ഞാൻ അറിയാതെ അതിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ്. അറിയാതെ നമ്മളെ മനസ്സ് അതിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ്.